ആസ്ക് യുവർ മെന്ററിന്റെ പുതിയ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ 3 സബ്സിഡറി ബുക്സിനെ കുറിച്ചാണ്. ഓക്കെ, ബേസിക് അക്കൗണ്ടൻസിയിലെ 3ാമത്തെ ചാപ്റ്റർ സബ്സിഡറി ബുക്സ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് സബ്സിഡറി ബുക്ക്? നമ്മൾ ഓൾറെഡി ജേണൽ എന്താണെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? ജേണൽ എന്ന് പറയുന്നത് ബുക്ക് ഓഫ് പ്രൈം എൻട്രി, അല്ലെങ്കിൽ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി, ബുക്ക് ഓഫ് ഫ്രഷ് എൻട്രി ഒക്കെയാണ്. ഇറ്റ് മീൻസ് ഓൾ ബിസിനസ് ട്രാൻസാക്ഷൻസ് ആർ ബി ഫസ്റ്റ് റെക്കോർഡഡ് ഇൻ ജേണൽ. അതായത് ജേണലിലാണ് നമ്മൾ ആദ്യമായിട്ട് ഓരോ ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പ്രൈം എൻട്രി ആവുന്നത്. ഓക്കെ, ബട്ട് ഫോർ ബിഗ് ഓർഗനൈസേഷൻ, ഓക്കെ, ഇനി പറയുന്നത് വൻകിട ഓർഗനൈസേഷൻസ് ഒക്കെ ആണെങ്കിൽ ഇറ്റ് വിൽ നോട്ട് ബി മച്ച് ഈസി. എല്ലാം നമുക്ക് ജേണലിലേക്ക് റെക്കോർഡ് ചെയ്യുക പോസിബിൾ അല്ല, അല്ലെങ്കിൽ അത് ഭയങ്കര ബൾക്കി ആയിട്ട് തോന്നും. സോ സബ്സിഡറി ബുക്സ് ആർ നത്തിങ് ബട്ട് എ ലെഡ്ജർ വിച്ച് ക്യാൻ ബി മെയിൻറ്റെയിൻഡ് ബൈ ബിഗ് ഓർഗനൈസേഷൻ കൺസേൺ. സബ്സിഡറി ബുക്ക് എന്ന് പറയുന്നത് ഒരു ലെഡ്ജറാണ്. ലെഡ്ജർ പോലെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഓരോ ബുക്സ് ആണ്. ഓക്കെ, സബ്സിഡറി ബുക്സ് എന്ന് പറഞ്ഞാൽ പല പല ബുക്സുകളാണ്. ലെഡ്ജർ പോലെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന പല പല ബുക്സുകളാണ്. ബിഗ് ഓർഗനൈസേഷൻസ് ആണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സോ ഇറ്റ്സ് ഓൾസോ നോൺ ആസ് സബ് ഡിവിഷൻ ഓഫ് ജേണൽ. ജേണലിലെ സബ് ഡിവിഷൻ എന്നത് അറിയപ്പെടുന്നു. ഇനി പറയാണ് സബ്സിഡറി ബുക്സ് ഇൻക്ലൂഡ് ക്യാഷ് ബുക്ക്, പർച്ചേസ് ബുക്ക്, പർച്ചേസ് റിട്ടേൺ ബുക്ക്, സെയിൽ ബുക്ക്, സെയിൽ റിട്ടേൺ ബുക്ക്, ബിൽസ് റിസീവബിൾ ബുക്ക്, ബിൽസ് പേയബിൾ ബുക്ക്, ജേണൽ പ്രോപ്പർ. ഓക്കെ, ആദ്യം തന്നെ പറയാം, ഇതെല്ലാം ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി ആണ്. ഈ പറഞ്ഞ എല്ലാ ബുക്കുകളും ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി ആണ്. ഓക്കെ, ദീസ് ആർ ദ ഇമ്പോർട്ടന്റ് സബ്സിഡറി ബുക്സ് യൂസ്ഡ് ഇൻ മോഡേൺ ബിസിനസ് വേൾഡ്. ഓക്കെ, ഒന്നാമത്തത് ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കാണിക്കുന്നത് എല്ലാ ക്യാഷ് റെസിപ്റ്റും ക്യാഷ് പേയ്മെന്റുകളാണ്. പർച്ചേസ് ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രെഡിറ്റ് പർച്ചേസുകൾ മാത്രമേ നമ്മളവിടെ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. സെയിൽ ബുക്ക് ക്രെഡിറ്റ് സെയിൽസ് മാത്രമേ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. പർച്ചേസ് റിട്ടേൺ ബുക്ക് സപ്ലയർക്ക് ഗുഡ്സ് തിരിച്ചു കൊണ്ടേ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്യാനുള്ളതാണ് പർച്ചേസ് റിട്ടേൺ ബുക്ക്. സെയിൽ റിട്ടേൺ ബുക്ക് നമുക്ക് എന്തെങ്കിലും, അതായത് കസ്റ്റമർ എന്തെങ്കിലും ബിസിനസ്സിലേക്ക് റിട്ടേൺ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഗുഡ്സ് റിട്ടേണുമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് സെയിൽ റിട്ടേൺ ബുക്ക്. ബിൽസ് റിസീവ്ഡ് ബുക്ക് നമുക്ക് എന്തെങ്കിലും ബില്ല് കിട്ടാനുണ്ട്, കിട്ടിയിട്ടില്ല, അതായത് ക്യാഷ് കിട്ടാനുണ്ട്, കിട്ടിയിട്ടില്ല, ഇത്തരത്തിലുള്ള അക്കൗണ്ടുകളാണ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ബുക്കുകളാണ് ബിൽസ് റിസീവ്ഡ് ബുക്ക്. അടുത്ത ബിൽസ് പേയബിൾ ബുക്ക്. ബിസിനസ് ഏതെങ്കിലും ക്രെഡിറ്റർക്ക് പൈസ കൊടുക്കാനുണ്ടെങ്കിൽ, ബില്ല് കൊടുക്കാനുണ്ട്, ഈസ് യൂസ് ടു റെക്കോർഡ് ഓൾ ബിൽ അക്സെപ്റ്റഡ് ബൈ അസ്. ഓക്കെ, ബില്ല് കൊടുക്കാനുണ്ട്, കൊടുത്തിട്ടില്ല, മറ്റേത് ബില്ല് റിസീവ് ചെയ്തിട്ടില്ല. അടുത്തത് ജേണൽ പ്രോപ്പർ. മേൽപ്പറഞ്ഞ ബുക്കിൽ ഒന്നും പെടാത്ത ട്രാൻസാക്ഷൻസ് ഒക്കെ നമ്മൾ ജേണൽ പ്രോപ്പറിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ റെക്കോർഡിംഗ് ദോസ് ട്രാൻസാക്ഷൻ ഫോർ വിച്ച് ദർ ഇസ് നോ സെപ്പറേറ്റ് ബുക്ക്. ഓക്കെ, ഓൾ ദീസ് സബ്സിഡറി ബുക്സ് ആർ കോൾഡ് ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി. നമ്മൾ പറഞ്ഞു ആസ് ട്രാൻസാക്ഷൻസ് ഇൻ ദർ ഒറിജിനൽ ഫോം ആർ എൻറ്റേർഡ് ദെയറിൻ. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് ഒരു ട്രാൻസാക്ഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ക്യാഷ് ബുക്കിലേക്കും പർച്ചേസ് ബുക്കിലേക്കും സെയിൽ ബുക്കിലേക്കും ഒക്കെ മാറ്റാം. അപ്പൊ അത് ആദ്യമായിട്ട് ഫ്രഷ് ആയിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതാണ്, അല്ലാതെ ലെഡ്ജർ പോലെ പോസ്റ്റ് ചെയ്യുന്നതല്ല. അടുത്തത് അഡ്വാൻറ്റേജസ് ഓഫ് സബ്സിഡറി ബുക്സ്. ഇതിന്റെ സബ്സിഡറി ബുക്കിന്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്നുള്ളത് ഒന്നാമത് പറയാണ്, ഇറ്റ് മേ ബി ഇമ്പോസിബിൾ ടു റെക്കോർഡ് ഈസ് ട്രാൻസാക്ഷൻസ് ഇൻ ടു ലെഡ്ജർ ആസ് ഇറ്റ് ഒക്കേഴ്സ്. അതായത് ഓരോ ട്രാൻസാക്ഷൻസ് നമ്മൾ ലെഡ്ജറിൽ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് സബ്സിഡറി ബുക്ക് റെക്കോർഡ് ഡീറ്റെയിൽസ് ഓഫ് ദി ട്രാൻസാക്ഷൻ ആൻഡ് ദെർഫോർ ഹെൽപ് ലെഡ്ജർ ടു ബിക്കം ബ്രീഫ്. ലെഡ്ജറിൽ എഴുതുന്നതിന് പകരമായിട്ട് നമുക്ക് സബ്സിഡറി ബുക്കിലേക്ക് മാറ്റാൻ പറ്റും. അപ്പൊ ലെഡ്ജർ വളരെ ബ്രീഫ് ആയിട്ടിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, ക്യാഷുമായിട്ട് ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസ് ഒക്കെ നമ്മൾ ക്യാഷ് ബുക്കിലേക്ക് കാണിക്കുന്നു. അതുപോലെ തന്നെ ക്രെഡിറ്റ് പർച്ചേസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ട്രാൻസാക്ഷനും നമ്മൾ പർച്ചേസ് ബുക്കിൽ കാണിക്കുന്നു. അപ്പൊ ഇങ്ങനെ മാറ്റി കൊടുക്കുന്നതുകൊണ്ട് ലെഡ്ജർ വളരെ ബൾക്കി ആവില്ല എന്നുള്ളതാണ്. നമ്മൾ ബുക്ക് ഓരോ സെപ്പറേറ്റ് ബുക്ക് കീപ്പ് ചെയ്യുന്നതുകൊണ്ട് ഇപ്പൊ ക്യാഷിന്റെ എന്തെങ്കിലും ഡീലിങ്സ് അറിയണമെങ്കിൽ ക്യാഷ് ബുക്ക് എടുത്ത് നോക്കി കഴിഞ്ഞാൽ മതി, അല്ലെ? ക്രെഡിറ്റ് പർച്ചേസ് എന്തെങ്കിലും നടത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പർച്ചേസ് ബുക്ക് എടുത്ത് നോക്കി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. നേരെ മറിച്ച് അത് നമുക്ക് ജേണലിൽ പോയി നോക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ജേണലിൽ എല്ലാ ട്രാൻസാക്ഷൻസ് വരും. ഏത് ലെഡ്ജറിലേക്ക് മാറ്റുന്നുണ്ടെങ്കിൽ ലെഡ്ജറിൽ ഒരു പർച്ചേസ് എടുത്തു കഴിഞ്ഞാൽ പർച്ചേസിൽ ക്രെഡിറ്റ് എഴുതും, ക്യാഷ് എഴുതും. അപ്പോൾ അത് നമുക്ക് വേർതിരിച്ച് കാണാൻ പറ്റില്ല. സോ ക്രെഡിറ്റ് പർച്ചേസ് മാത്രം കാണിക്കുന്ന ബുക്ക് പർച്ചേസ് ബുക്ക്. അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് ഫ്യൂച്ചർ റെഫറൻസിന് ഇത് ഉപകരിക്കും എന്നുള്ളതാണ് പറയുന്നത്. അടുത്തത് ഈ ഫ്രോഡിലിന്റെ ആൾട്ടറേഷൻ ഒന്നും എളുപ്പം പറ്റില്ല. കാരണം ഇത് ക്രോണോളജിക്കലി നമ്മൾ എൻ്റർ ചെയ്യുന്നതുകൊണ്ട് ഇതിൽ എന്തെങ്കിലും ആൾട്ടറേഷൻ നമുക്ക് തിരുത്തലുകളൊന്നും നടത്താൻ പറ്റില്ല. ഈ ഒരു പോസ്റ്റിംഗ് നടത്താൻ, അതായത് ഓരോ സബ്സിഡറി ബുക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പല പല ക്ലർക്കുകളെ നമുക്ക് നിയമിക്കാവുന്നതാണ്. അറ്റ് ദ സെയിം ടൈം പല ക്ലർക്കുകൾക്ക് ഇത് ചെയ്യാവുന്നതാണ്, അല്ലെ? അപ്പോൾ ഓരോ ബുക്കും ഓരോരുത്തർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ദിസ് ലെഡ്ജർ ഓഫ് എ ലാർജ് ബിസിനസ് ക്യാൻ റിട്ടേൺ അപ്പ് മച്ച് മോർ ക്വിക്ലി. അപ്പോൾ അതുകൊണ്ട് തന്നെ ലെഡ്ജർ എന്ത് ചെയ്യാൻ പറ്റും? വലിയ വലിയ ബിസിനസ്സുകൾക്ക് എളുപ്പം പ്രിപ്പയർ ചെയ്യാനും
സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. അനാലിസിസ് ഒക്കെ നടത്താനും വളരെ എളുപ്പമാണ്. ഇത് ഓരോ സെപ്പറേറ്റ് ട്രാൻസാക്ഷൻസ് ഒക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് ഇത് അനാലിസിസിന് നമുക്ക് വിധേയമാക്കാൻ പറ്റും. ഓക്കെ, വളരെ കൺവീനിയന്റ് ആണ്. ഓക്കെ, ഇത്രയൊക്കെയാണ് അഡ്വാൻറ്റേജസ് ഓഫ് സബ്സിഡറി ബുക്സ്. ഇനി നമുക്ക് ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പോകണം. ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞാൽ ക്യാഷ് റെസിപ്റ്റുകളും ക്യാഷ് പേയ്മെന്റുകളും റെക്കോർഡ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ളതാണ്. ഇനി ഇവിടെ കുറെ എസ്സേ ഒക്കെ കൊടുത്തിട്ടുണ്ട്, നമ്മളൊന്ന് വായിച്ചു നോക്കുക. നമുക്ക് ഇതാണ് ക്യാഷ് ബുക്കിന്റെ ഒരു സ്പെസിഫികം വരുന്നത്. ഡേറ്റ് പർട്ടിക്കുലേഴ്സ് LF എമൗണ്ട്, ഡേറ്റ് പർട്ടിക്കുലേഴ്സ് LF എമൗണ്ട്. അതായത് നമ്മളൊരു ലെഡ്ജർ പ്രിപ്പയർ ചെയ്യുന്ന പോലെ തന്നെയാണ് ക്യാഷ് ബുക്കും. ഇവിടെ ഡെബിറ്റ് ഹാൻഡ് സൈഡ് അല്ലെങ്കിൽ ഡെബിറ്റ് സൈഡ് എന്ന് പറയുന്നത് നമുക്ക് റെസിപ്റ്റുകൾ എൻ്റർ ചെയ്യാനുള്ളതാണ്. ക്രെഡിറ്റ് സൈഡ് എന്ന് പറയുന്നത് നമുക്ക് പേയ്മെന്റുകൾ എൻ്റർ ചെയ്യാനുള്ളതാണ്. അപ്പോൾ ബിസിനസ്സിലേക്ക് എന്തെങ്കിലും റെസിപ്റ്റുകൾ ഉണ്ടെങ്കിൽ, ക്യാഷ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഈ ഡെബിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യുക. ബിസിനസ് എന്തെങ്കിലും പേയ്മെന്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ക്രെഡിറ്റ് സൈഡിൽ എൻ്റർ ചെയ്യുക. അത്രേ ഉള്ളൂ ക്യാഷ് ബുക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്യാഷ് ബുക്കിനെ സംബന്ധിക്കുന്ന ഒരു വീഡിയോ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൽ കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ടൈപ്സ് ഓഫ് ക്യാഷ് ബുക്ക് 4 തരത്തിലാണ് ക്യാഷ് ബുക്കുകൾ വരിക. സിമ്പിൾ ക്യാഷ് ബുക്ക് ഉണ്ട്, അല്ലെങ്കിൽ സിംഗിൾ കോളം ക്യാഷ് ബുക്ക് ഉണ്ട്. അതുപോലെ തന്നെ ഡബിൾ കോളം ക്യാഷ് ബുക്ക് വരുന്നുണ്ട്, 2 കോളം അല്ലെങ്കിൽ ഡബിൾ കോളം ക്യാഷ് ബുക്ക്. പിന്നെ വരുന്നത് ട്രിപ്പിൾ കോളം ക്യാഷ് ബുക്കാണ്, 3 കോളം അല്ലെങ്കിൽ ട്രിപ്പിൾ കോളം ക്യാഷ് ബുക്ക്. ഒരു ക്യാഷ് ബുക്ക് കൂടെ വരുന്നുണ്ട്, അതാണ് പെറ്റി ക്യാഷ് ബുക്ക്. അങ്ങനെ 4 തരത്തിൽ നമുക്ക് ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഓരോന്നും ഡിഫറൻസ് ജസ്റ്റ് പറഞ്ഞു പോവാം. അപ്പോൾ സിംഗിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു എമൗണ്ട് കോളം മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. ക്യാഷിന്റെ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. സോ ക്യാഷിന്റെ റെസിപ്റ്റ് പേയ്മെന്റ് മാത്രമേ, ക്യാഷ് റെസിപ്റ്റ്സ് ആൻഡ് ക്യാഷ് പേയ്മെന്റുകൾ മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. ഡബിൾ കോളത്തിന്റെ പ്രത്യേകത അല്ലെങ്കിൽ 2 കോളം ക്യാഷ് ബുക്കിന്റെ പ്രത്യേകത എന്താണ്? ഇവിടെ 2 കോളം വരും. അതായത് എമൗണ്ട് കോളം 2 എണ്ണം ഉണ്ടാവും, ക്യാഷും ഉണ്ടാവും, അതുപോലെ തന്നെ ഡിസ്കൗണ്ട് നമ്മൾ എൻ്റർ ചെയ്യും. പിന്നെ ചെറിയ മാറ്റം കൂടിയുണ്ട്. ഡേറ്റ് പർട്ടിക്കുലേഴ്സ്, വൗച്ചർ നമ്പർ നമ്മൾ ഇവിടെ കാണിക്കും. പിന്നെ LF ആണ്, അത് നമ്മൾ പഠിച്ചു. പിന്നെ ഈ സൈഡിലും വൗച്ചർ നമ്പർ കാണിക്കും. ഇനിയിപ്പോൾ നിങ്ങൾ എഴുതാൻ വിട്ടുപോയാലും ഈ എമൗണ്ട് കോളം നിർബന്ധമാണ്. ഓക്കെ, ഡിസ്കൗണ്ടും ക്യാഷും ഈ 2 കോളം ഇവിടെ വരും. അതുകൊണ്ടാണ് ഇവിടെ ഡബിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഡിസ്കൗണ്ട്, ക്യാഷ് ഒക്കെ നമ്മൾ റിസീവ് ചെയ്യുമ്പോൾ, അതായത് ഗുഡ്സ് വിറ്റ് കഴിഞ്ഞ് നമുക്ക് ക്യാഷ് കിട്ടുമ്പോൾ നമ്മൾ ഡിസ്കൗണ്ട് കൊടുത്തതുണ്ടാവും. നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടിയതുണ്ടാവും, അല്ലെ, ഡിസ്കൗണ്ട് റിസീവ് ചെയ്തിട്ടുണ്ടാവും. സോ അത് റെക്കോർഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഡബിൾ കോളം ക്യാഷ് ബുക്ക് വേണം. ഇനി ട്രിപ്പിൾ കോളം ക്യാഷ് ബുക്ക്, 3 കോളം ക്യാഷ് ബുക്ക് കണ്ടോ, ഇങ്ങനെയാണ് ഇതിന്റെ സ്പെസിമെൻ അല്ലെങ്കിൽ ഒരു ഫോർമാറ്റ് വരുന്നത്. ഡിസ്കൗണ്ട് കോളത്തിൽ എമൗണ്ട് വരുന്നുണ്ടോ, ക്യാഷ് കോളത്തിൽ ഡിസ്കൗണ്ട് ഉള്ളത്. ഇനി 3 കോളം ക്യാഷ് ബുക്ക് എന്ന് പറയുമ്പോൾ അവിടെ 3 കോളം വരും. 3 കോളം അവിടെ വരും. ഒന്ന് ഡിസ്കൗണ്ട്, ഒന്ന് ക്യാഷ്, മറ്റൊന്ന് ബാങ്ക് ട്രാൻസാക്ഷൻസ് നമുക്ക് ഇവിടെ എൻ്റർ ചെയ്യാൻ പറ്റും. ബാങ്ക് ബാലൻസ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇനി ക്യാഷും ബാങ്കും വരുന്ന ട്രാൻസാക്ഷൻസ് ഒക്കെ നമ്മൾ പറഞ്ഞതാണ് കോൺട്രാ എൻട്രീസ് ആണ്, അല്ലെ. ഡെബിറ്റിലും ക്രെഡിറ്റിലും ക്യാഷോ ബാങ്കോ വരുന്നുണ്ടെങ്കിൽ അതൊക്കെ കോൺട്രാ എൻട്രീസ് ആണ്. ഇനി ബാങ്കും വരുന്നുണ്ടെങ്കിൽ അതും കോൺട്രാ എൻട്രി തന്നെയാണ്. അപ്പൊ ഇതാണ് അതിന്റെ ഡിഫറൻസ്. ബാങ്കും കൂടെ നമ്മൾ എൻ്റർ ചെയ്യേണ്ടി വരും. ചെക്ക് കൊടുത്തതും ചെക്ക് റിസീവ് ചെയ്യുന്നതൊക്കെ നമുക്ക് ബാങ്ക് ട്രാൻസാക്ഷൻസ് ആണ്. അപ്പൊ അത് നമുക്ക് ചെക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പേയ്മെന്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യുക, ചെക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് റെസിപ്റ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യുക. റെസിപ്റ്റ് പേയ്മെന്റ് എന്നുള്ളത് മാറുന്നില്ല. സോ ഇതാണ് സിമ്പിൾ ആയിട്ട് ക്യാഷ് ബുക്ക്. ഇനി പെറ്റി കോളം ക്യാഷ് ബുക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ വലിയ വൻകിട ബിസിനസ്സുകളാണ് ഈ പെറ്റി കോളം ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരുന്നത്. അപ്പം എല്ലാ ട്രാൻസാക്ഷൻസും നമുക്ക് ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്യാഷ് ബുക്ക് ഭയങ്കര ബൾക്കി ആയിട്ട് തോന്നും, അല്ലെ. അപ്പോൾ ചെറിയ എക്സ്പെൻസുകൾ, ചെറിയ പേയ്മെന്റുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് വേർതിരിച്ച് കാണിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ പെറ്റി കോളം ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ഫൗണ്ട് നെസസറി ടു കീപ് സ്മാൾ സം ഓഫ് മണി വിത്ത് ദ കാഷ്യർ ഓർ പെറ്റി കാഷ്യർ. അപ്പൊ ഇതിനെ നമ്മൾ അപ്പോയിന്റ് ചെയ്യുന്ന ഒരു കാഷ്യർ ആണ്, അതാണ് പെറ്റി കാഷ്യർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ പർപ്പസ് എന്താണ്? ദ പർപ്പസ് ഓഫ് മീറ്റിംഗ് സ്മോൾ എക്സ്പെൻസസ് സച്ച് ആസ് പോസ്റ്റേജ്, ടെലഗ്രാംസ്, സ്റ്റേഷനറി ആൻഡ് ഓഫീസ് സൺഡ്രി എക്സ്പെൻസസ്. അതായത് പെറ്റി ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പെറ്റി കാഷ്യർ അപ്പോയിന്റ് ചെയ്യുന്നു. ഇനി അതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ചെറിയ എക്സ്പെൻസുകൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. പോസ്റ്റേജ്, ടെലഗ്രാം, സ്റ്റേഷനറി, ഓഫീസ് സൺഡ്രീസ് എക്സെട്ര. അപ്പോൾ വലിയ എക്സ്പെൻസുകൾ, പേയ്മെന്റ്, റിസീപ്റ്റ് ഒക്കെ നോർമലായിട്ട് ക്യാഷ് ബുക്കിൽ നമ്മൾ തന്നെ റെക്കോർഡ് ചെയ്യുന്നു. ചെറിയ എക്സ്പെൻസുകൾ, ഇപ്പോൾ സ്റ്റേഷനറി വാങ്ങിയതോ, ടെലഗ്രാം ഉള്ളതോ, ഇപ്പോൾ ബസ് ഫെയർ, ബസ്സിൽ യാത്ര ചെയ്തതോ ഒക്കെ, അങ്ങനെ ചെറിയ എക്സ്പെൻസുകളൊക്കെ നമ്മൾ ഈ പെറ്റി കോളം ക്യാഷ് ബുക്ക് അല്ലെങ്കിൽ പെറ്റി ക്യാഷ് ബുക്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അതിന് അതിൽ നമ്മൾ സെപ്പറേറ്റ് കാഷ്യർ അപ്പോയിന്റ് ചെയ്യുന്നു. അതിന് മെയിൻ കാഷ്യർ ആണ് അപ്പോയിന്റ് ചെയ്യുന്നത്, ഹെഡ് കാഷ്യർ അപ്പോയിന്റ് ചെയ്യുന്നത് പെറ്റി കാഷ്യർ.
അടുത്തത് പറയുന്നത് ദ ഇംപ്രസ് സിസ്റ്റം. എന്താണ് ഇംപ്രസ് സിസ്റ്റം? ഇതൊന്നുമില്ല, ഈ മെയിൻ ക്യാഷ്യർ അല്ലെങ്കിൽ ഹെഡ് ക്യാഷ്യർ പെറ്റി ക്യാഷ്യറെ അപ്പോയിന്റ് ചെയ്തതിന് ശേഷം ഇവർക്ക് ഓരോ മാസവും എമൗണ്ട് എത്രയാണ് സ്പെൻഡ് ചെയ്യുന്നതെന്നുള്ളത് മുൻകൂട്ടി കണക്കിലെടുത്ത് ഒരു എമൗണ്ട് കൊടുക്കും, അഡ്വാൻസ് ആയിട്ടൊരു എമൗണ്ട് കൊടുക്കും. ആ എമൗണ്ട് വെച്ചിട്ട് എന്ത് ചെയ്യണം, ആ മാസത്തെ എക്സ്പെൻസുകൾ, അപ്പോൾ അത് ഓരോ മാസവും അത് ഫിക്സഡ് ആയിരിക്കും. ആ എമൗണ്ട് കണക്കൂട്ടി കഴിഞ്ഞാൽ ഓരോ മാസം എത്രയാണ് എക്സ്പെൻസ് വരുന്നതെന്നുള്ളത് നേരത്തെ തീരുമാനിച്ച് അല്ലെങ്കിൽ ഒരു കണക്കെടുത്ത് കഴിഞ്ഞ് അല്ലെങ്കിൽ മുൻപേ എസ്റ്റിമേറ്റ് ചെയ്ത് ആ എമൗണ്ട് എന്ത് ചെയ്യുന്നു, പെറ്റി ക്യാഷ്യർക്ക് കൊടുക്കുന്നു. അപ്പോൾ ആ എമൗണ്ട് വെച്ചിട്ട് എന്ത് ചെയ്യണം, ആ എമൗണ്ട് ഓരോ മാസവും തുടക്കത്തിൽ തന്നെ കൊടുക്കും. ഓക്കെ, ആ എമൗണ്ട് വെച്ചിട്ട് എന്ത് ചെയ്യണം, ഓരോ മാസം എക്സ്പെൻസ് സ്പെൻഡ് ചെയ്ത് പോകണം വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, ഇവിടെ പറയുന്നുണ്ട് ദ മോസ്റ്റ് സയന്റിഫിക് മെത്തേഡ് ഓഫ് മെയിൻ പെറ്റി ക്യാഷ് ബുക്ക് ഇംപ്രസ് സിസ്റ്റം. അണ്ടർ ദി സിസ്റ്റം എ ഫിക്സഡ് സം ഓഫ് മണി ഈസ് ഗിവൺ ടു ദ പെറ്റി ക്യാഷ്യർ ടു കവർ ദ പെറ്റി എക്സ്പെൻസസ് ഫോർ എ മന്ത്. ഉണ്ടോ, ഫിക്സഡ് സം ഓഫ് മണി, ഒരു നിശ്ചിത എമൗണ്ട് പെറ്റി ക്യാഷ്യർക്ക് കൊടുക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? പെറ്റി എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അറ്റ് ദ എൻഡ് ഓഫ് ദ മന്ത് പെറ്റി ക്യാഷ്യർ സബ്മിറ്റ് ഹിസ് സ്റ്റേറ്റ്മെന്റ് ഓഫ് പെറ്റി എക്സ്പെൻസസ് ടു ദ ചീഫ് ക്യാഷ്യർ. മാസം അവസാനം എന്ത് ചെയ്യുന്നു, പെറ്റി ക്യാഷ്യർ ഇത്രയാണ് എക്സ്പെൻസസ് എന്ന് പറയുന്ന ആ സ്റ്റേറ്റ്മെന്റ് പെറ്റി കോളം ക്യാഷ് ബുക്ക് അല്ലെങ്കിൽ പെറ്റി ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്തതിനു ശേഷം ചീഫ് ക്യാഷ്യർക്ക് കൈമാറുന്നു. സോ അഡ്വാൻസ് കൊടുത്തൊരു എമൗണ്ട് അവിടെ ഉണ്ട്, പിന്നെ എക്സ്പെൻസുകളുണ്ട്, അത് മൈനസ് ചെയ്ത് വരുന്നതാണ് ബാലൻസ്. ഓക്കെ, ക്ലോസിംഗ് ബാലൻസ് കിട്ടും. ക്യാഷ് ബാലൻസ് എത്രയാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. ആ ബാലൻസ് എന്ത് ചെയ്യുന്നു, ട്രയൽ ബാലൻസ് ആൻഡ് ബാലൻസ് ഷീറ്റിലേക്ക്. അപ്പോൾ ആ ബാലൻസ് നമ്മൾ എവിടേക്ക് എടുക്കുന്നു, ട്രയൽ ബാലൻസിലേക്കും ബാലൻസ് ഷീറ്റിലേക്കും അത് ആ എമൗണ്ട് നമ്മൾ എടുക്കുന്നു. ഇറ്റ് ഷുഡ് ബി കെപ്റ്റ് ഇൻ മൈൻഡ് ദാറ്റ് പെറ്റി ക്യാഷ് ബുക്ക് ഈസ് നോട്ട് ലൈക്ക് ദ ക്യാഷ് ബുക്ക്, ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് ക്യാഷ് ബുക്ക്. അപ്പോൾ പെറ്റി ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത് ക്യാഷ് ബുക്ക് പോലെയല്ല, ക്യാഷ് ബുക്കിന്റെ ഒരു ബ്രാഞ്ചാണ്, അതിന്റെ ഒരു പാർട്ടാണ് എന്നുള്ളതാണ് പറയുന്നത്. സോ ഇവിടെ അഡ്വാൻറ്റേജസ് ഓഫ് ഇംപ്രസ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. ഈ പെറ്റി ക്യാഷ് ബുക്ക് അനുസരിച്ച് ഈ ഇംപ്രസ് സിസ്റ്റത്തിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഇനി ഇവിടെ ഇതിന്റെ ഫോർമാറ്റ് കാണുന്നുണ്ടോ, പെറ്റി ക്യാഷ് ബുക്കിന്റെ ഒരു ഫോർമാറ്റ്, എമൗണ്ട് കിട്ടിയത്, അഡ്വാൻസ് എമൗണ്ട് കിട്ടിയത് നമ്മളിവിടെ കാണിക്കണം. ഓക്കെ, അതായത് ഹെഡ് ക്യാഷ്യർ പെറ്റി ക്യാഷ്യർക്ക് കൊടുത്ത എമൗണ്ട്, ഡേറ്റ് നമ്മളിവിടെ കാണിക്കണം, പർട്ടിക്കുലേഴ്സ്, വൗച്ചർ നമ്പർ, പിന്നെ ടോട്ടൽ എമൗണ്ട് ഇവിടെ കാണിക്കുക, പോസ്റ്റേജ്, പ്രിന്റിംഗ്, സ്റ്റേഷനറി, കാർട്ടേജ്, ട്രാവലിംഗ് എക്സ്പെൻസ്, മിസ്ലേനിയസ് എക്സ്പെൻസസ് ഇങ്ങനെ പോകുന്നു. അതായത് ടോട്ടൽ എക്സ്പെൻസസ് എത്രയാണ് വന്നതെന്നുള്ളത് ഇവിടെ കാണിക്കും. അതായത് ആ ഒരു ഐറ്റത്തിന് വന്ന എക്സ്പെൻസ് എത്രയാണോ ഇവിടെ. പോസ്റ്റേജ് ഇപ്പോൾ നമ്മൾ ബസ് ഫെയർ കൊടുത്തു, ഓക്കെ, ബസ്സിൽ യാത്ര ചെയ്തൊരു 100 രൂപ കൊടുത്തു, അപ്പോൾ ടോട്ടൽ 100 രൂപ കാണിക്കുക. ട്രാവലിംഗ് എക്സ്പെൻസസിൽ 100 രൂപ കാണിക്കാം. അപ്പോൾ ഓരോന്ന് വേർതിരിച്ച് കടത്തുകയാണ് കേട്ടോ, ട്രാവലിംഗ് എക്സ്പെൻസ്, കാർട്ടേജ്, പ്രിന്റിങ്. അപ്പോൾ നമുക്ക് അതിന്റെ ടോട്ടൽ കാണാൻ പറ്റും. ടോട്ടലിന്റെ ടോട്ടൽ നമുക്ക് കാണാൻ സാധിക്കും, എത്രയാണ് മൊത്തം പേയ്മെന്റ് നടത്തിയെന്നുള്ളതും. അങ്ങനെ ശേഷം ഈ ടോട്ടൽ മൈനസ് എമൗണ്ട് റിസീവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആൻസർ എത്രയാണ് ബാലൻസ് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ കണ്ടോ, ടോട്ടൽ 195 ആണ് ടോട്ടൽ എക്സ്പെൻസ്. കിട്ടിയിരിക്കുന്ന അഡ്വാൻസ് 300 രൂപയാണ്. 300 നിന്ന് 195 കുറച്ചു, 105 രൂപ ബാലൻസ്. ക്യാഷ് റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ട് 105 രൂപ കാണിച്ചു. ഇത് സിമ്പിൾ ആണ്, നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം, എന്നാൽ പിന്നെ നമുക്ക് ക്യാഷ് ബുക്കിന്റെ ഒരു ഒറ്റ വീഡിയോ ചെയ്താൽ മതി. സോ ക്യാഷ് റിസീവ്ഡ് ഫ്രം ദ ചീഫ് ക്യാഷ്യർ 300 രൂപ. അത് നിങ്ങളിവിടെ 300 എന്ന് കാണിക്കുന്നു ക്യാഷ് റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ പറഞ്ഞതൊക്കെ എല്ലാ എക്സ്പെൻസുകളാണ്. പോസ്റ്റേജ് കൊടുത്തു, 40 രൂപ പോസ്റ്റേജ് കൊടുത്തു. അപ്പോൾ എന്താണ് പോസ്റ്റേജ്, ബൈ പോസ്റ്റേജ് എന്ന് പറഞ്ഞ് കാണിച്ചു. എന്താണ് ഇവിടെ പോസ്റ്റേജിൽ 40 രൂപ കാണിച്ചു, ടോട്ടലിൽ 40 രൂപ കാണിച്ചു. പിന്നെ സ്റ്റേഷനറി 25 രൂപ കൊടുത്തു. ഇവിടെ സ്റ്റേഷനറി എന്ന് പറഞ്ഞ് കാണിച്ചു 25, സ്റ്റേഷനറിന് 25. അങ്ങനെയാണോ, ഓരോന്ന് വേർതിരിച്ച് കൊടുക്കുക. ഇവിടെ എന്തൊക്കെ എക്സ്പെൻസുകൾ വരുന്നു ആ എക്സ്പെൻസുകളൊക്കെ ഇവിടെ നിരത്തി എഴുതുക. എന്നിട്ട് ടോട്ടൽ എക്സ്പെൻസിൽ ആ എത്രയാണ് എമൗണ്ട് കൊടുക്കുക അത് കൊടുക്കുന്നു. പിന്നെ ആ കറസ്പോണ്ടിങ് കോളത്തിൽ ആ എമൗണ്ട് കാണിക്കുന്നു. ലാസ്റ്റ് എന്ത് ചെയ്യുന്നു, ഇത് ടോട്ടൽ ചെയ്യുന്നു, ഓരോ കോളം ടോട്ടൽ ചെയ്യുന്നു, ടോട്ടൽ കോളം ടോട്ടൽ ചെയ്യുന്നു. കിട്ടിയിരിക്കുന്ന അതായത് റിസീവ് ചെയ്തിരിക്കുന്ന എമൗണ്ട് കുറച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ക്യാഷ് ബാലൻസ്. ഇത്രയേ ഉള്ളൂ. ഓക്കെ, സോ നമുക്ക് ഈ സെഷൻ ഇന്നിപ്പോൾ വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് മറ്റുള്ള സബ്സിഡറി ബുക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സ്റ്റാർട്ടിങ് പർച്ചേസ് ഡേ ബുക്കാണ്, രണ്ടാമത്തത് പർച്ചേസ് ഡേ ബുക്കാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.